ഫോൺ ചാർജിനിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ശീലം ഉണ്ടോ നിങ്ങൾക്ക്? എങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം നിർബന്ധമായി. ചാർജ് പൂർണ്ണമായി തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നത് വരെ ഉപയോഗിക്കുന്നതും ഫോണിൻ്റെ ബാറ്ററിയുടെയും പ്രവർത്തനക്ഷമതയെ കാര്യമായി ബാധിക്കുന്നു. ഫോൺ ചാർജ് ചെയ്യാനിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ശീലമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് ഫോണിൻ്റെ ആരോഗ്യത്തിനും പ്രവർത്തനക്ഷമതയ്ക്കും നല്ലത്. ഫോൺ കയ്യിലില്ലാതെ 15 മിനിറ്റിൽ കൂടുതൽ ചിലവഴിക്കാൻ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും കഴിയില്ല. ഇന്നത്തെ കാലത്ത് കിടക്കാൻ പോകുമ്പോൾ വരെ കയ്യിൽ ഫോണും കൈ പോവുകയും ഫോണിൻ്റെ ചാർജ് തീരുന്നത് വരെ റീൽസോ മറ്റ് വീഡിയോസോ കണ്ടു കിടക്കുകയും ചെയ്യും. ഒടുവിൽ ബാറ്ററി എല്ലാം തീർന്ന് ചുവന്ന സിഗ്നൽ കാണിച്ചു തുടങ്ങുമ്പോൾ തലയ്ക്ക് സമീപമായി തന്നെ ഫോൺ ചാർജ് ചെയ്യാനിടുകയും ചെയ്യും. ബാറ്ററി മുഴുവൻ ചാർജ് ആയാലും ഉറങ്ങിപ്പോകുന്നതിനാൽ പിറ്റേന്ന് ഉറക്കമുണരുമ്പോഴായിരിക്കും ചാർജ് ചെയ്യാനിട്ട ഫോൺ നമ്മൾ എടുക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ രാത്രി മുഴുവൻ ഫോൺ ചാർജ് ചെയ്യാനിടുന്നത് ഫോണിൻ്റെ ബാറ്ററി ലൈഫിനെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ലിഥിയം അയൺ ബാറ്ററിയാണ് സ്മാർട്ട് ഫോണിൽ പൊതുവെ ഉപയോഗിക്കുന്നത്. വളരെ മികച്ച ബാറ്ററിയാണ് ഇതെങ്കിലും സ്വാഭാവികമായും ഏത് ഉൽപ്പന്നങ്ങളെയും പോലെ ഈ ബാറ്ററികൾക്ക് ചില കുറവുകളും പരിമിതികളുമുണ്ട്. 100% എത്തിക്കഴിഞ്ഞും സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഇത് ബാറ്ററിയുടെ ക്ഷമത കുറയ്ക്കും. ഓവർ ഹീറ്റിംഗ്, ഫോൺ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത തുടങ്ങിയ ഫോണിൻ്റെ ആകെയുള്ള പ്രവർത്തനത്തെ ഇത് ബാധിച്ചേക്കാം. ചാർജ് പൂർണ്ണമായി തീർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകുന്നവരെ ഉപയോഗിക്കുന്നതും ഫോണിൻ്റെയും ബാറ്ററിയുടെയും പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നു. ബാറ്ററി ചാർജ് 30-40% ആകുമ്പോൾ തന്നെ ഫോൺ ചാർജ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. എല്ലായ്പ്പോഴും 30-80% ചാർജ് നിലനിർത്തുന്നത് ബാറ്ററിയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നു. അതിനാൽ ആവശ്യത്തിൽ കൂടുതൽ ചാർജ് ഫോൺ ചെയ്യാനായി ഒരിക്കലും ഇടരുത്. ബാറ്ററി 100% കാണിക്കുമ്പോൾ ഉടൻ അൺപ്ലഗ് ചെയ്യുക. നിലവിൽ ബാറ്ററി പൂർണ്ണമായി ചാർജ് ആയി കഴിഞ്ഞാൽ സ്വയമേ ചാർജിങ് അവസാനിപ്പിക്കുന്ന സ്മാർട്ട് ഫോണുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. 35°C കൂടുതലുള്ള ചൂടുള്ള അന്തരീക്ഷത്തിൽ ആപ്പിൾ ഫോൺ ചാർജ് ചെയ്തതെന്ന് ആപ്പിളിന് നിർദ്ദേശമുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ബാറ്ററിക്ക് സ്ഥിരമായ തകരാറുണ്ടാക്കാൻ അത് കാരണമാണെന്നാണ് ആപ്പിൾ കമ്പനി വിശദീകരിക്കുന്നത്. രാത്രിയിൽ ഫോൺ ചാർജ് ചെയ്യാനിടുന്നവർക്ക് ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ വിദഗ്ധർ നൽകുന്നുണ്ട്. അതിലൊന്ന്, ഫോൺ കേസ് ഊരി മാറ്റിയതിനു ശേഷം ചാർജിനിടുക. ഊരി മാറ്റാൻ ബുദ്ധിമുട്ടുള്ള കേസാണെങ്കിൽ ഇക്കാര്യം അത്ര കാര്യക്ഷമമോ എളുപ്പമുള്ള കാര്യമല്ല. ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിന് മുകളിലായി പുസ്തകമോ മറ്റു വസ്തുക്കളോ വയ്ക്കാതിരിക്കുക. തലയണയ്ക്കടിയിൽ ഫോൺ സൂക്ഷിക്കരുത്. ഇവ മൂന്നും ഫോൺ പെട്ടെന്ന് ചൂടായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ്. ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേബിളുകളും കേടുപാടുകളില്ലെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം എപ്പോഴും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓൾവേസ് സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി.